നിക്കറൂരി പോന്നോ? ഇവിടെ ഇപ്പൊ എന്തോരം താഴ്ച വെള്ളം കാണും അറിയോ? പേടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നീന്തണം. എടി നീ മുങ്ങി പോകത്തില്ലടി. അതൊക്കെ നല്ലൊരു പേടി. നമ്മുടെ കയ്യില് കുറെ കന്നാസ് ഉണ്ട്. 1, 2, 3. മൂന്നാമത്തെ ട്യൂബ് അങ്കിൾ ഊതിക്കൊണ്ടിരിക്കുവാണ്. ട്യൂബ് നമ്മൾ നിറച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എവിടെയാണ് പോകുന്നത് അങ്ങളെ? അക്കരെ ആ കാണുന്ന പാറയിലോട്ട് നമ്മൾ ഇവിടുന്ന് നീന്തി പോകാൻ പോവാണ്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് സെബൻ സിറിയാക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പൊ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ? അതൊരു ചെറിയൊരു ദ്വീപാണ്. അക്കരെ കാണുന്ന സ്ഥലം കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. അവിടെയൊന്നും ആൾത്താമസമില്ല കേട്ടോ. അതൊരു വലിയൊരു മലയാണ് കേട്ടോ, കുന്നത്തുമല എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. അത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ നീന്താൻ അറിയാവുന്ന ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ. ആർക്കൊക്കെ നീന്താൻ അറിയാം? കുഞ്ഞപ്പൻ നന്നായിട്ട് നീന്തും, നിമ്മി നന്നായിട്ട് നീന്തും, മനു ഒട്ടും നീന്തത്തില്ല. അതുകൊണ്ട് ട്യൂബൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് നിൽക്കുവാണ്. അങ്കിളാണ് നമ്മുടെ മെയിൻ ഗാർഡിയൻ. നിനക്ക് നീന്താൻ അറിയാലോ? കുറച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. ഇവർക്ക് എല്ലാവർക്കും 2 കന്നാസ് മതി ഞങ്ങളെ. ചേച്ചി പോകുന്നതിന്റെ പുറകെ 4-5 കന്നാസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ കെട്ടാൻ പോകുന്നു. ട്യൂബ് അവിടെ വെക്ക്. ഇതുപോലെ അരയിലൊരു കെട്ട് കെട്ടിയാ മതി അല്ലേ ഞങ്ങളെ? ടൈറ്റാടി. നിന്റെ എക്സ്പീരിയൻസ്, നിനക്ക് പേടിയുണ്ടോ? പേടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നീന്തണം. പേടിയില്ലാത്ത കാര്യം അങ്കിൾ ഉള്ളതാണ് കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. നിനക്ക് പേടിയുണ്ടോ? മനു, നിനക്ക് പേടിയുണ്ടോ? പേടിയില്ല. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇവൾ ടെസ്റ്ററാണ്. അവളെ ഇറങ്ങി പോയിട്ട് എടി മുങ്ങി പോകത്തില്ല. എടി 4 ക്യാൻ നിന്റെ പുറകെ കിടക്കുന്നേ. കണ്ണാടിയെ ബാഗ് വെച്ചോളാം. ഇറങ്ങിക്കോടി. എടി ചുമ്മാ നീന്തിക്ക. നീ നമ്മൾ കുളത്തിൽ നീന്തുന്ന പോലെ കൈ മേളിൽ എടുക്കാൻ നീന്തിക്ക്. അടിപൊളി. ചെരുപ്പെല്ലാം ഒരുമിച്ച് വെച്ചോ. ഓക്കെ. കുഞ്ഞപ്പൻ നീ ഇപ്പൊ പൊങ്ങി കിടക്കുമല്ലടാ, നേരത്തെ കാല് കുത്തുന്നില്ലല്ലോ. കുഞ്ഞപ്പൻ എക്സ്പേർട്ടായി. കുഞ്ഞപ്പ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? മോളെ എങ്ങനെയുണ്ട്? നല്ല വെള്ളം. നല്ല വെള്ളം. നിമ്മിച്ചൻ പ്രോയാണ്. അവർക്ക് കന്നാസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഒന്നും കൂടെ ചൂണ്ടിക്കാണിച്ചേ. അവിടെ ഏകദേശം 300 മീറ്റർ 400 മീറ്റർ ഉണ്ട്. തിരിച്ചു മടുക്കൂടി എല്ലാവരും. എനിക്ക് നല്ല ട്യൂബാണ്. എനിക്ക് ഏതാണ് മതി, കുഴപ്പമില്ല. അപ്പൊ ഇനി എന്താണെങ്കിലും ഞാൻ ആദ്യമേ ട്യൂബിൽ കയറിയിരിക്കാൻ പോവാണ്. എനിക്ക് ക്യാമറ വെക്കാനുള്ള സാധനമാണ്. മോളിലെ കണ്ണാടി ഒക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ടുണ്ട്. ഞാൻ പയ്യെ കയറട്ടെ. പെർഫെക്റ്റ്. അല്ല, എനിക്ക് എന്റെ അകത്ത് പിടിക്കായിരുന്നാ മതി. ഗൈസ്, അപ്പൊ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിക്കോ. എടി നീ മുങ്ങി പോകത്തില്ല, എന്നെ പിടിക്കില്ലേ. പയ്യെ നീന്തിയാ മതി. സാവധാനം നീന്തിയാ മതി. അതെ, പേടിക്കണ്ട. എന്റെ ദേഹത്ത് പിടിക്കായിരുന്നാ മതി. എടി നീ പൊങ്ങി കിടക്കത്തില്ലേ ഇത് ട്യൂബില്ലാതെ? നല്ലൊരു പേടി. എനിക്ക് പറയാൻ കാണത്തില്ല. പറയണേ, എടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ദൂരെ പോലെ അടുത്ത. ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നിക്കറൂരി പോന്നോ? കുഴപ്പമില്ല. നീ അത് ഒത്തിരി എഫേർട്ട് എടുക്കും. ബാക്ക് സ്ട്രോക്ക് മടുക്കത്തില്ല. കൈ മാത്രം മതി, കാല് വേണ്ട. ഇപ്പോൾ എങ്ങനെയുണ്ട്? മേളിലെടുക്കണ്ട, കൈ അടിയിൽ കൂടെ മാത്രം. നല്ല സ്പീഡും ഉണ്ട്. ഡയറക്ഷൻ മാറിപ്പോകത്തില്ല. ഞാൻ നിന്റെ പുറകിലുണ്ടേ. മടുത്തിങ്ങനെ കാലെ പിടിച്ചോ. എന്റെ കാലെ പിടിച്ച് മുക്കല്ലേ, പയ്യെ പിടിച്ചാൽ മതി. ഇല്ല, അവള് മടുത്തന്നെ. എങ്ങനെയുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ്? നല്ല പേടിയുണ്ടോ? പേടിയുണ്ട്, പക്ഷെ അടി ഒന്നും ഇല്ല. ഇവിടെ ഇപ്പൊ എന്തോരം താഴ്ച വെള്ളം കാണും അറിയോ? 5-6 അത്ര താഴ്ച വെള്ളം കാണും. നീന്തിക്കും. ബാക്ക് സ്ട്രോക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. കൈ മാത്രം അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഫ്രണ്ട് മറ്റേ അവിടെ നിന്ന് നീന്തിക്കും. അടുത്തില്ലെങ്കിൽ 3 ആയിട്ടുള്ളല്ലേ? അത്രേ ഉള്ളൂ. ട്യൂബ് പിടിക്കല്. നമ്മൾ പകുതി ദൂരം പോലും ആയിട്ടില്ല. എന്താണ് നിന്റെ എക്സ്പീരിയൻസ്? ക്യാമറ നോക്കി പറഞ്ഞു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? വെള്ളം അടിപൊളി വെള്ളം. എടാ, താഴ്ച വന്നിട്ടാണെന്ന് അറിയോ? ഒരു 5 ആൾ താഴ്ച. കുഞ്ഞപ്പ വാ.
ഇതിപ്പോ ഞാൻ ഭയങ്കര റിസ്ക് എടുക്കുന്നു കേട്ടോ. കാരണം ഈ ക്യാമറ ഞാനിപ്പോ എടുത്ത് എന്തെങ്കിലും കാരണവശാൽ ട്യൂബ് പറഞ്ഞാൽ ക്യാമറ പോയി എന്ന് തന്നെ കൂട്ടിക്കൊണ്ടാൽ മതി. മോളെ എന്നെ പിടിക്കില്ലേ കേട്ടോ. എല്ലാവരും നീന്തി വരുന്നുണ്ട്. നമ്മൾ പകുതി ദൂരമായി, കുറച്ച് ദൂരമുണ്ട് കേട്ടോ. പോയി നോക്കാം. ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാമിനയുള്ള 2 ആൾക്കാർ, ഒന്ന് നിമ്മിയും അടുത്ത കുഞ്ഞപ്പനും ആയിരിക്കും കേട്ടോ. കുഞ്ഞപ്പ ക്യാമറ നോക്കി പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്? സൂപ്പർ എക്സ്പീരിയൻസ് ആണോ? നീ ഇത്രയും വെള്ളത്തിൽ ഇത്രയും ദൂരം നീന്തിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? എവിടെയാ? മുമ്പത്തെ പ്രാവശ്യം. ഇതിനു മുമ്പത്തെ പ്രാവശ്യം. അപ്പൊ കുഞ്ഞപ്പൻ എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സ്ഥലം. ഗൈസ്, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കാണുന്ന പാറയാണ് കേട്ടോ. അവിടെ എത്തണം. അവള് ശരിക്കും മുങ്ങി പോകത്തില്ല. അതിന് കുറച്ച് ചുമ്മാ നടന്നു കുറച്ചു നേരം. റിലാക്സ്ഡ് മോളു. അങ്ങൾ ഇവിടെ എപ്പോഴാണ് അങ്ങൾ തള്ളിയിടുന്നത്? അല്ല, ഇവിടെ തള്ളിയിടുന്ന എപ്പോഴാണ്? പകുതിയായില്ലേ? ഗൈസ്, എനിക്ക് മേളിലേക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല. നല്ല സൂര്യൻ കറക്റ്റ് നമ്മുടെ മുഖത്തോടാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ്. ഞാൻ ട്യൂബയിൽ ശരിക്കും പറയാൻ മടുത്തു. എനിക്ക് ക്യാമറ ഇരിക്കുന്നുണ്ട്. നല്ല വെള്ളം. പിന്നെ ഇത് ഇത്രയും നല്ല വെള്ളം. അടി പരുന്ത് മീനെ പിടിക്കണോ? പിടിച്ച് ആണ്. നമ്മുടെ യങ്സ്റ്റേഴ്സ് പിള്ളേർ കേട്ടോ. നിങ്ങൾ മടുത്താ? അത്യാവശ്യം. പക്ഷെ വെള്ളം നല്ല സൂപ്പർ വെള്ളമല്ലേ? കണ്ണീര് പോലത്തെ വെള്ളം. പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് നീന്തൽ പിടിക്കും കേട്ടോ. മനുവൊക്കെ മടുത്തുണ്ടോ? ഇത് കേട്ടോ, കുഞ്ഞപ്പനാണ് ആ വരുന്നത്. നമ്മൾ ശരീരം മടുത്തെങ്കിലും മനസ്സ് മടുക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ എന്താണെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അക്കരെ എത്തും. അയ്യോ മടുത്തേ. കാണുന്ന പോലെ നല്ല എഫേർട്ട് വേണം കേട്ടോ. ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഏകദേശം കരയ്ക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ ആദ്യത്തെ കല്ലയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ കല്ലിലാണ് കയറുന്നത് കേട്ടോ. അവിടെ ചെന്ന് കയറാം. അവിടെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ചാടാം. ഇതുണ്ട്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിലെങ്ങാനും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുകളിലെ കണ്ണാടി, നമ്മുടെ ക്യാമറ, ഗോപ്രോ, ഫോൺ, ബാഗ് ഒക്കെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. കുഞ്ഞപ്പൻ ആദ്യം കയറട്ടെ. യെസ്, ഫൈനലി കുഞ്ഞപ്പൻ. ഈ പാറയിൽ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ച് കുഞ്ഞപ്പനാണ് കേട്ടോ. ഇന്ന് മുതൽ ഈ പാറ കുഞ്ഞപ്പൻ പാറ എന്നറിയപ്പെടും. ക്യാമറ ഉണ്ടായിരുന്നു തലേ. ഓക്കെ ഗൈസ്, ഇപ്പൊ ഇവിടെ എന്തോ ഒരു താഴ്ച വെള്ളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 ആഴ്ചയെങ്കിലും വെള്ളം കാണും കേട്ടോ. 4 അല്ലെങ്കിൽ 5 ആഴ്ചയെങ്കിലും വെള്ളം കാണും. ഫൈനലി വിക്ടറി. മറ്റേ കൈ കൊണ്ടുപോവാ. വിക്ടറി. ഫൈനലി നമ്മുടെ പാറയുടെ മേളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ നിങ്ങളിപ്പോ കണ്ടല്ലോ. ആ പുറകിൽ കാണുന്ന അങ്ങ് അവിടുന്നാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പൊ നല്ല കിടിലൻ സ്ഥലമാണ്. ഇവിടെ ഒരു പാറ, ഇങ്ങനെ ഒരു പാറയുണ്ട്. അതുപോലെ തന്നെ പുറകിൽ അവിടെ ഒരു പാറയുണ്ട്. വേണ്ട, അവിടെ ഒരു പാറയുണ്ട്. അവിടെ ഒരു പാറയുണ്ട്. അങ്കിളാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അടിപൊളി കിടിലൻ. പറയാ അടിക്കോ. അടിപൊളി. യോ, ഇനി അടുത്ത് ചാടാൻ പോകുന്നത് നമ്മുടെ ഷിയാര. ചാടറി. ഓക്കെ, ഇനിയിപ്പോ എല്ലാവർക്കും കാണേണ്ടത് വെള്ളത്തിനടിയും വെള്ളവും വെള്ളത്തിൽ ചാടുന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ മെയിൻ ക്യാമറ മാറ്റുവാണ്. കുഞ്ഞപ്പൻ. നമ്മളെന്താണെങ്കിലും ഇക്കരയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കരയ്ക്ക് വന്നപ്പോഴേക്കും നമ്മുടെ മമ്മി, മോളെ ആന്റി, മമ്മിയുടെ അമ്മച്ചി 10 കിട്ടിയോ?
ഇവിടെ ഇവര് പിടിച്ച മീൻ എന്താണെന്ന് നോക്കാം കേട്ടോ. ഈ ക്യാനത് ഇട്ട് വെച്ചേക്കുന്നത്. ആന്റി ഞാൻ പുറത്തേക്ക് ഇട്ടോട്ടെ, നിങ്ങൾ പേടിക്കോ? ആടേ വള്ളത്തി. അയ്യോ ആണോ? ഇഷ്ടം പോലെ. ബാക്കി നിങ്ങൾ എന്നാ ചെയ്തേ? അവരുടെ ബക്കറ്റിലോ? മച്ചന്മാരെ നല്ല സൂപ്പർ പള്ളത്തി കേട്ടോ. നമ്മുടെ നാട്ടിൽ പള്ളത്തി എന്ന് പറയും. അമ്മച്ചി അമ്പൂരി എന്ന് പറയുന്നത് തന്നെ പൊറണെന്നല്ലേ? പൊറണാച്ചി. അമ്പൂരിലെ പൊറണാച്ചി, കോട്ടയത്തെ പള്ളത്തി. നമുക്ക് ഇതിനെ കൊണ്ട് ബക്കറ്റ് ഇടാം കേട്ടോ. ബക്കറ്റ് ഇടുമ്പോഴേക്ക് നമുക്ക് നോക്കാം അവരെവിടെ എന്തോരം പിടിച്ചിട്ടുണ്ടെന്ന്. അടുത്ത കുപ്പി പള്ളത്തി. ഇപ്പൊ ഞാൻ ഈ നടക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ? ഈ സ്ഥലത്തൊക്കെ വെള്ളം കയറി വരുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ചൂണ്ടക്കാര്. നിങ്ങൾ എത്ര പള്ളത്തി പിടിച്ചു? 9 പിടിച്ചു. 9 പള്ളത്തി. ഒരെണ്ണം താഴെ പോയി. 10 അപ്പൊ കൗണ്ട്. പള്ളത്തിനെ കണ്ടു. എന്റെ പൊന്നെ, ഇതെന്താ അടിപൊളി ഇതേ. അപ്പൊ ഉറപ്പായിട്ട് ഇന്ന് മറക്കാൻ മാത്രമല്ല, അതിനേക്കാളും കൂടുതൽ പള്ളത്തിയുണ്ട്. ഇവിടുത്താണ് കേട്ടോ. 60% ഞങ്ങളെ പിടിച്ചേക്കുന്നത് കേട്ടോ. മൊത്തം എത്ര കാണും? ഒരു 50 എണ്ണം. മമ്മി എത്ര പിടിച്ചു? 10 ഒരെണ്ണം പിടിച്ചു. അമ്മച്ചി എത്ര മീൻ പിടിച്ചെന്ന്? ഞാൻ 10 മീനെ കൂടുതൽ പിടിച്ചു. 10 മീനെ കൂടുതൽ പിടിച്ചു. അമ്മച്ചി ഇപ്പൊ എത്ര ആൾ കൂടി ചൂണ്ടിടാൻ വരുന്നത്? നീ അന്ന് വന്നതിന്റെ അന്ന് നമ്മൾ ചൂണ്ടയിട്ട അവസാനം അല്ലേ? അപ്പൊ നമ്മുടെ Q&A സെഷനിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ ആരാണ് ചൂണ്ടയിടാൻ പഠിപ്പിച്ചതെന്ന്. അമ്മച്ചിയാണ് കേട്ടോ. അപ്പൊ അമ്മച്ചി കൊച്ചിലെ പണ്ട് നമ്മള് പുല്ല് പറിക്കാൻ വരുമ്പോഴേക്കും ഒരു ചൂണ്ടയും അമ്മച്ചി ചൂണ്ടയിട്ട് ആദ്യം പോകും അല്ലെ? ഞങ്ങൾ പറയാ വരും. അത് ഏകദേശം എത്ര വർഷം മുമ്പാ? 25 വർഷം മുമ്പാണ് കേട്ടോ. അപ്പൊ ആ സെയിം സ്ഥലമാണ്. ആൾക്കാരെല്ലാം വലുതായി പോയി. അന്ന് ഇപ്പോഴൊന്നും ഉണ്ടായിട്ട് പോലില്ല. ഷിയാരൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളിനി തിരിച്ച് കയറി പോവാണ്. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ മീനിനെ ഫ്രൈ ചെയ്യുവാണോ കറി വെക്കുവാണോ എന്നൊക്കെ കാണിച്ചു തരാം. പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത്ര വലിയ പ്ലേറ്റ് ആണെന്ന് നിങ്ങൾ ആലോചിക്കും ഇത് ഒരാൾക്ക് കഴിക്കാനുള്ളതാണോ. ഇതാരൊക്കെ കഴിക്കുന്നേ? എല്ലാവർക്കും നമ്മൾ ഒറ്റ പ്ലേറ്റ് എടുത്തു കേട്ടോ. വിശന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ പല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് കേട്ടോ, കറിയുടെ ഏതൊക്കെയാണ് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ബീഫാണെന്ന് തോന്നുന്നു. കുറച്ച് പള്ളത്തി വറുത്തുണ്ട് കേട്ടോ. വീട്ടിലെത്തിണ്ട് ഞാൻ മീനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നിറച്ച് പള്ളത്തിയാണ്. എടാ, ഇത് നീന്തുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്ന നല്ല, നിനക്ക് കൂടുതൽ സ്റ്റാമിന കിട്ടും. എന്റെ പൊന്നെ, ഇവിടെ ഷീറ്റ് അടിക്കാനായിട്ട് ഇവിടെ ബഹളമാണ് കേട്ടോ. ഇത് കേറാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് മോൾക്ക് ചാടണം കേട്ടോ. ഇവിടെ ഇതുവരെ ചാടിയില്ല. അപ്പൊ നിങ്ങൾക്ക് ചാടണ്ട, പക്ഷെ ഞാൻ ചാടിക്കാൻ പോവാണ്. ചാടാമോ? സമ്മർ സൗണ്ട് അടിക്കാൻ പോയിട്ട് തിരിച്ചെടുത്ത കൊഞ്ഞപ്പൻ. ഓക്കെ, ചാടാൻ പോവാണ്. റെഡി? 1 2 3. മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആർട്ടിഫിഷ്യൽ അതിനേക്കാളും വലിയ മഴ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. റെഡിയാണോ?